സോ എൻ്റെ ജോലിയില്ലാത്തൊരു ദിവസം ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ് ഇപ്പോൾ പഠിക്കാൻ പോകാം. എൻ്റെ ഹോസ്റ്റലിലെ സ്റ്റഡി സ്പേസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞായറാഴ്ചയാകുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടല്ലോ, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്ത് തീർക്കും എന്നൊക്കെ നോക്കാം എത്രത്തോളം പറ്റും. അപ്പം ഞാൻ ആദ്യം എൻ്റെ സിലബസും പിന്നെ ഞാൻ കുറച്ച് GKയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് കവർ ചെയ്ത് തീർക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് ടോപ്പിക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതാണ് വായിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് ഫസ്റ്റ് ടൈം ഒന്നുമല്ല പഠിക്കുന്നത്, എത്രത്തെ തവണയാണ് പഠിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഹിസ്റ്ററി കുറച്ച് ബോറിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവും. എന്ന് പറഞ്ഞാൽ വർഷങ്ങളൊക്കെ മറന്നു പോവും, നമുക്ക് കഥയൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് വായിക്കും. അപ്പം ഇന്നും ആ ടോപ്പിക്ക് ഇന്ന് തീർക്കാമെന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വായിക്കും, അതിനകത്ത് എന്നിട്ട് ഞാൻ തന്നെ ഒന്ന് ഓർത്തെടുത്തിട്ട് നോട്ട് ചെയ്യും. പിന്നെ വർഷങ്ങളൊക്കെ ഒന്ന് 2 തവണ ഒന്ന് എഴുതി നോക്കും. ഇങ്ങനെയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി വീഡിയോ, യൂട്യൂബിലൊക്കെ വീഡിയോ കേൾക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതെനിക്ക് അധികം അങ്ങനെ എൻ്റെ ഒരു റിട്ടൻഷൻ അത് വർക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും വായനയിലോട്ട് തിരിഞ്ഞത്. എനിക്കതാണ് കൂടുതൽ വർക്കാവുന്നതെന്ന് തോന്നി. പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയ കാര്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തു. അപ്പം ഞാൻ 25 മിനിറ്റ്സ് വെച്ചാണ് പഠിക്കുന്നത്. എനിക്ക് കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ ഒരു 25 മിനിറ്റ്സ് പഠിച്ചിട്ടൊരു ബ്രേക്ക് എടുത്തിട്ട് റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യും. അപ്പം നമുക്കറിയാം, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കറിയാം, ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റീസെറ്റ് ഡേ ആണല്ലേ. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് അടുക്കാനും തുണി അലക്കാനും അങ്ങനെ പല പരിപാടികളായിട്ട് നടക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ 25 മിനിറ്റ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ട് എൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്യും. അപ്പോൾ ഒരു മടുപ്പും വരത്തില്ല, തിരിച്ച് വന്ന് പഠിക്കാനും പറ്റും. അപ്പം അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഹിസ്റ്ററി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം നമ്മളൊരു ടോപ്പിക്ക് തുടങ്ങി ഒരു ഫ്ലോയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതങ്ങ് തീർക്കാനൊരു ആവേശമാവും അല്ലേ. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇനി ഡിഗ്രി പ്രിലിംസ് ആണ് വരുന്നത്. അപ്പം ഞാനും അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ എനിക്ക് 2 യൂണിഫോം പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ പഠിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം സൺഡേ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. വർക്കിംഗ് ഡേയിൽ അത്ര ഒന്നും നടക്കാറില്ല. ഇത് കഴിഞ്ഞ് ഞാൻ മാത്സ് ആണ് നോക്കിയത്. മാത്സ് ആക്ച്വലി ആദ്യത്തെ സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടോപ്പിക്ക് ഞാനതൊന്ന് നേരത്തെ പഠിച്ചായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചു. മാത്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഓർക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ടോപ്പിക്കാണ്, എസ്പെഷ്യലി ഗ്രാമർ. അപ്പം ഞാൻ ടെൻസിൻ്റെ കുറച്ച് പോർഷൻ പഠിച്ചു. അപ്പം ഞാൻ അതിൻ്റെ നോട്ടൊക്കെ എഴുതി അതൊന്ന് ചെയ്ത് പഠിച്ചു. അതിനുശേഷം മലയാളത്തിലെ വചനം എന്ന് പറയുന്ന ടോപ്പിക്ക്, പിന്നെ നമ്മുടെ പദശുദ്ധി, അത് കുറേ വാക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എഴുതിയൊക്കെ നോക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് ചെയ്തത്. പെൻഡിങ് വന്നത് കറണ്ട് അഫെയറും പെൻഡിങ് വന്നു, സ്പെഷ്യൽ ടോപ്പിക്കും പെൻഡിങ് വന്നു. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഞായറാഴ്ച. താങ്ക് യു.